രാവിലെ നേരത്തെ 4 മണിക്ക് എണീറ്റ് നമ്മളിപ്പോൾ സബ്മിറ്റിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാലിലൂടെ നടക്കണം, വീണ്ടും ഒരു 4 കിലോമീറ്റർ നടന്നിട്ട് വേണം ഒരു കുരിശിൻ്റെ അവിടെ എത്തും, എന്നിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്. പോകുന്ന വഴിയിലൂടെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഫുൾ ഐസായിട്ടിരിക്കുകയാണ് എല്ലാ കാര്യം, എല്ലാവിടെയും ഐസാണ്. ഗ്ലൗസും ജാക്കറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, കാരണം അത്രയും തണുപ്പാണ് ഇവിടുത്തെ അവസ്ഥ. ഗ്ലൗസ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് കൈ എടുക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും കൈയൊക്കെ മരവിച്ച് പോകും, അത്രയ്ക്കും തണുപ്പാണ്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് വരും. സൺറൈസ് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാലിയിലെ സൺറൈസ് എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസാണ് നമുക്ക് കാണാൻ പറ്റിയത്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സൺറൈസ് ഞാൻ കാണുന്നത്. ചുറ്റും വാലിയും അതുപോലെ തന്നെ നടക്കുന്ന വഴിയും കാണുന്ന കാഴ്ചകളെല്ലാം എവിടെ നോക്കിയാലും നല്ല ഫ്രെയിമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മളെപ്പോലെ തന്നെ കുറേ പേര് ഇവിടെ ട്രെക്കിങ്ങിന് വരുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമ്മൾ റീച്ച് ആയിട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളങ്ങനെ അവസാനം കുരിശിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് സൂക്കി വാലി ട്രെക്കിങ്ങിൻ്റെ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഇവിടെ നിന്ന് തിരിച്ച് നടക്കണം. അതോടെ നമ്മുടെ സൂക്കി വാലി ട്രെക്കിംഗ് ഇവിടെ തീരുകയാണ്.